നമസ്കാരം. ഇന്ന് വളരെ വിഷമകരമായ ഒരു സന്ദർഭം വന്നു ചേർന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ തുനിഞ്ഞത് തന്നെ. കാരണം ഇന്ന് കോട്ടയത്ത് നിന്നും ഒരു ലേഡി എന്നെ ഫോണിൽ വിളിച്ച് അവരുടെ കുടുംബസ്വത്ത് പിതാവിൻ്റെ ഒസ്യത്ത് പ്രകാരം അർഹതയുണ്ടായിട്ടും സഹോദരനിൽ നിന്ന് ലഭിക്കാത്തതിനാൽ കുട്ടികളോടൊപ്പം വഴിയാധാരമായി കഴിയേണ്ട അവസ്ഥ സംബന്ധിച്ച് വളരെ സങ്കടത്തോടെയാണ് കരച്ചിലടക്കിക്കൊണ്ട് വിശദമാക്കുകയും എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കാമോ എന്നും മറ്റും എന്നോട് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഉച്ചയോടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതേയുള്ളൂ. പൊതുവേ ഞാൻ ആഴ്ചയിൽ 1-2 വീഡിയോ മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാൽ ഒപ്പം എൻ്റെ മനസ്സും വല്ലാതെ വേദനിച്ചത് അവരുടെ സങ്കടം മനസ്സിലാക്കി എളുപ്പം എന്നാലാവുന്ന ഒരു പരിഹാരം നിർദ്ദേശിക്കാം എന്നതുകൊണ്ട് ഞാൻ ഉടനെ ഇതുപോലെ മറ്റുള്ളവരുടെയും വിഷമങ്ങൾക്കും അറുതി വരട്ടെ എന്ന് തീരുമാനിച്ച് ഒരു വീഡിയോ കൂടി ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ സന്നദ്ധനാവുകയായിരുന്നു. ഇപ്പോൾ വസ്തുതർക്കം മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യം പലർക്കുമുള്ള ഒരു സംശയമാണ്. ഭൂമി, വീട്, അതുപോലെ തന്നെ വഴി മുതലായ സാധാരണ വസ്തു അവകാശ തർക്കങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഏറ്റെടുത്ത് നോക്കാറില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഇവ സിവിൽ തർക്കങ്ങളാണ് എന്നതാണ്. സിവിൽ തർക്കങ്ങൾ സിവിൽ കോടതിയിലൂടെ പരിഹാരം നേടേണ്ടതാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കമ്മീഷൻ ഇത്തരത്തിലുള്ള കേസുകൾ പരിഗണിച്ചിട്ടുണ്ട്. അത് പോലീസോ അധികാരികളോ വസ്തു തർക്കത്തിൽ പക്ഷപാതം കാട്ടിയാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അന്യായമായി മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഒരാൾക്ക് അവകാശപ്പെട്ട ഭൂമി മറ്റൊരാൾ കയ്യേറിയത് മൂലം അധികാരികളുടെ നിസ്സംഗതിയാൽ താമസാവകാശം നിഷേധിക്കപ്പെട്ടാൽ, പീഡനം, ബലപ്രയോഗം, അധികാര ദുർവിനിയോഗം, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, ജീവിക്കാനുള്ള അവകാശങ്ങളുടെ നിഷേധം എന്നിവ മൂലം ഒരാളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടാൽ അതുപോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ പരിഗണിച്ചിട്ടുമുണ്ട്. കമ്മീഷന് കൊടുക്കാവുന്ന പരാതിയിൽ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ മേൽപ്പറഞ്ഞ സ്ത്രീയുടെ വിശദീകരണത്തിൽ ജീവിക്കാനുള്ള അവകാശ ലംഘനം, സ്ത്രീയെയും കുട്ടികളെയും വഴിയാധാരമാക്കി അന്യായമായി വസ്തു കൈവശപ്പെടുത്താനുള്ള ശ്രമം, സ്വന്തമായി വീട് വെച്ച് താമസിക്കാനുള്ള അവകാശ നിഷേധം എന്നീ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, പോലീസ് സ്ത്രീയുടെ പരാതിയിൽ നടപടി എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പക്ഷപാതപരമായി പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ തീർച്ചയായും ആ സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയില്ല. ചില സാഹചര്യങ്ങളിൽ സ്ത്രീ സംരക്ഷണ നിയമവും ഇങ്ങനെയുള്ളവർക്ക് തുണയായേക്കാം. എന്നാൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കുടുംബാംഗത്തിനും സ്വത്തവകാശം നിഷേധിച്ചാൽ, അവിടെ അവകാശ ലംഘനം ഉണ്ടായാൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പരാതിയിൽ തീർപ്പായില്ലെങ്കിൽ അടുത്ത നടപടി തഹസിൽദാർക്ക് ഭൂമിയുടെ പകർപ്പ് രേഖ, മറ്റവകാശങ്ങളുടെ പകർപ്പ് ഇതെല്ലാം വെച്ച് ഒരു പരാതി നൽകുക. 15-30 ദിവസത്തിനകം നടപടി എടുക്കാത്ത പക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകാവുന്നതാണ്. അപ്പോൾ അതിലും നടപടി ഇല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ പരാതി അയക്കാം. എന്തെല്ലാം രേഖകൾ ഇതോടൊപ്പം ഉൾപ്പെടുത്തണം എന്നത് വളരെ പ്രധാനമാണ്. അതായത് സ്വത്തിൻ്റെ രേഖ ഒന്നാമത്, ഒസ്യത്താണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി, സെയിൽ ഡീഡ് അല്ലെ പാർട്ടീഷൻ ഡീഡ്, ഉടമസ്ഥാവകാശ രേഖകൾ, സ്വത്ത് സംബന്ധമായ മർദ്ദനങ്ങളോ പീഡനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, മുൻ പരാതികളുടെ പകർപ്പ്, ഇവയെല്ലാം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇനി മേൽപ്പറഞ്ഞ രീതിയിൽ പരാതി കൊടുത്തിട്ടും പരിഹാരമായില്ലെങ്കിൽ അവസാന മാർഗം എന്ന നിലയിൽ നിയമപരമായ പരിഹാരത്തിനായി സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. പക്ഷേ സിവിൽ കോടതിയിൽ കേസ് വളരെ നീണ്ടുപോകാൻ സാധ്യത കൂടുതലാണ് എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇത്തരം അറിവുകൾ ഒരുപാട് പേർക്ക് ഇനിയും ഗുണം ചെയ്യട്ടെ. അപ്പോൾ ഇതിനായി ഈ വീഡിയോ കാണുന്നവർ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്ന് വരുന്ന എൻ്റെ വീഡിയോകൾ എല്ലാവർക്കും കേൾക്കാനും അറിയാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.